നീറ്റ് 2025 ഇതുവരെയുള്ള നമ്മളുടെ അറിവുകൾ സംബന്ധിച്ചുള്ള നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചും ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു നീറ്റ് എക്സാം ആയിരിക്കും, ഒരു NTA എക്സാം ആയിരിക്കും. ആ പരീക്ഷാ നടത്തിപ്പും പരീക്ഷയുടെ ചുമതലയും ഗവൺമെൻറ്റിൽ ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തി അതിൻ്റെ ഉണ്ടെന്നുള്ളതാണ്. ഓരോ ഇൻവിജിലേറ്റേഴ്സും ഓരോ എക്സാം സൂപ്രണ്ടും ഒക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. എന്തെങ്കിലും ഒരു ഇൻറ്റിമേഷൻ കിട്ടിയവർ മാത്രം മതി ഫോട്ടോയും സിഗ്നേച്ചറും അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ട്, അല്ലാത്തവർ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആധാറിനകത്തൊരു അഡ്രസ്സിന് കറക്ഷനുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിന് കറക്ഷനുണ്ട്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിന് തെറ്റുണ്ട്, പിൻകോഡിന് തെറ്റുണ്ട്, അങ്ങനെയുള്ളതൊന്നും ഒരിക്കലും പരീക്ഷയെ ബാധിക്കില്ല. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചറും കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറും ബാർകോഡും അതിനകത്തുണ്ടെന്ന് ഉറപ്പുള്ള പേജാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്. ഫ്രണ്ട് പേജിലാണ് അത് ഉണ്ടാവുക. നമ്മുടെ എക്സാമിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത് തുടങ്ങുന്ന ഒരു 15 മിനിറ്റും അവസാനിക്കുന്ന ഒരു 15 മിനിറ്റും ആയിരിക്കും. എപ്പോഴും നിങ്ങൾ ഓർക്കുക, സിമ്പിളായിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങളെ ബാധിക്കാൻ പോകുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും ഉറപ്പുള്ളത് എഴുതുക ആദ്യം. ഇപ്പം നമ്മുടെ മോഡലുകൾക്ക് 250 അല്ല 300, 350, 400 കിട്ടുന്നവരെ സംബന്ധിച്ചോളം അവരുടെ ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും വേഗതയിൽ പോയി 180 എണ്ണവും ആൻസർ മാർക്ക് എന്നുള്ളതല്ല നിങ്ങളുടെ ടാർഗറ്റ്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ 180 മിനിറ്റിനിടയിൽ നമ്മൾ OMR എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നീറ്റ് 2025 സാധ്യത. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 142ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമസ്തേ. ശിവൻ സാർ, നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നീറ്റ് 2025 ഇനി അങ്ങോട്ട് 7 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒറ്റയാഴ്ച മാത്രമേ ഉള്ളൂ. അതെ, അടുത്ത ഞായറാഴ്ച നീറ്റ് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും വിദ്യാർത്ഥികൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ കാണുക. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ശിവൻ സാർ, ഇപ്പോൾ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം NTA എത്രമാത്രം നീറ്റ് 2025 വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും 2024 നമുക്കറിയാം ധാരാളം വാർത്തകളിലൂടെയാണ് നീറ്റ് കടന്നു പോയത്, അല്ലെ NTA കടന്നു പോയതെങ്കിൽ അതെ, ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം ഏതൊക്കെ രീതിയിൽ അതിൻ്റെ പ്രിവെൻറ്റീവ് എടുക്കാമോ, ഏതൊക്കെ രീതിയിൽ കരുതലുകൾ എടുക്കാമോ, അതെല്ലാം എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെയാണ് NTA മുൻപോട്ട് പോകുന്നത്. ഏറ്റവും റീസെൻ്റായിട്ട് ഇന്നത്തെ വെബ്സൈറ്റിൽ നമുക്ക് കാണാം, ഓരോരുത്തർക്കും, ഓരോ ഇൻഡിവിജ്വൽക്കോ ഓരോ സ്ഥാപനങ്ങൾക്കോ നീറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലെയിമുകൾ ഉണ്ടെങ്കിൽ, ഒരു പരാതികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഔട്ട്സോഴ്സുകളോ അല്ലെങ്കിൽ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് NTA അറിയിക്കാനായിട്ടുള്ളൊരു ലിങ്ക് വരെ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ NTA പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുള്ളത് അത് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊക്കെ ആയിരിക്കാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അറിയിക്കാനുള്ളവരെ NTA തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിലുള്ള ഒരു സ്കൂളുകളും NTA ഓപ്റ്റ് ചെയ്തിട്ടില്ല. ഗവൺമെൻറ് സെക്ടറിലുള്ള അല്ലെങ്കിൽ എയ്ഡഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ മാത്രമാണ് നീറ്റ് 2025 നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ പരീക്ഷാ നടത്തിപ്പും പരീക്ഷയുടെ ചുമതലയും ഗവൺമെൻറ്റിൽ ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തി അതിൻ്റെ ഉണ്ടെന്നുള്ളതാണ്. ഓരോ ഇൻവിജിലേറ്റേഴ്സും ഓരോ എക്സാം സൂപ്രണ്ടും ഒക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർക്ക് ഒരു തരത്തിലും പരീക്ഷയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടാവില്ല. അതുകൊണ്ട് ഗവൺമെൻറ് സ്കൂളുകൾ, ഗവൺമെൻറ് കോളേജുകൾ, KV സ്കൂളുകൾ, അങ്ങനെയുള്ള ഗവൺമെൻറ് ഓതറൈസ്ഡ് സ്കൂളുകളിലോ കോളേജുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ മാത്രമാണ് നീറ്റ് 2025 നടക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനൊരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം നീറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ തീർന്ന് വീണ്ടും കറക്ഷൻ ഡേറ്റ് 10-ാം തീയതി മാർച്ച് 10-ന് തീർന്നതിന് ശേഷം NTA അവരുടെ സൈറ്റ് ഒരു തരത്തിലും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ തവണ മാർച്ചിലും ഏപ്രിലും ഒക്കെ പല കാര്യങ്ങൾക്കും പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്, കാറ്റഗറി ചേഞ്ച് ചെയ്യാനായിട്ട്, ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ പലതരത്തിലും മാൽ പ്രാക്ടീസ് നടത്താൻ ആൾക്കാർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനു വേണ്ടിയിട്ടല്ല, മറ്റുള്ള പബ്ലിക്കിന് വേണ്ടിയിട്ട് ഉപകാരം ചെയ്തതാണ്. പക്ഷേ അത് അനാവശ്യമായിട്ട് കുറേയധികം പേര് ഉപയോഗിക്കുന്ന രീതിയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ആ വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യാനൊക്കെ. പക്ഷേ ഈ വർഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ തീർന്നതിന് ശേഷം ഇന്ന് വരെയും ഒരു ഫോട്ടോ ചേഞ്ച് ചെയ്യാനായിട്ടാണെങ്കിലും ഒരു കറക്ഷൻ വരുത്താനായിട്ടാണെങ്കിലും പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടാണെങ്കിലും പേയ്മെൻറ്റ് ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ഒന്നിനും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഫോട്ടോയിലും സിഗ്നേച്ചറിലും എറർ ഉള്ളവർക്ക് ഓൾറെഡി മെസ്സേജ് വന്ന് കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ആ ഫോട്ടോ ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയാണ് എക്സാം സെൻറ്ററിൽ ചെല്ലേണ്ടത്. അപ്പം എല്ലാ പഴുതുകളും അടച്ച് ഏറ്റവും നല്ല രീതിയിലാണ്
നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് 2025 ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും രക്ഷകർത്താക്കൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കിടയില്ലാതെയാണ് ഇതുവരെ NTA മുന്നോട്ട് വന്നിരിക്കുന്നത്. സാർ, ഈ ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും കറക്ഷൻ്റെ കാര്യങ്ങൾ സാർ ഇതിനിടയിൽ പരാമർശിക്കണ്ടേ? സാർ, ഇത് ആരൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ അവർക്ക് അതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും? തീർച്ചയായിട്ടും കുറച്ചധികം കുട്ടികളും പേരൻസും അങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം അവരിപ്പോൾ എക്സാം സിറ്റി ഇൻറ്റിമേഷൻ കാണുമ്പോൾ അതിനകത്ത് ഫോട്ടോയുടെ ക്ലാരിറ്റി അല്പം കുറവാണ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആണ്, അല്ലെങ്കിൽ പേരും ഡേറ്റും ഇല്ല, അല്ലെങ്കിൽ ഇയർ തെറ്റാണ്, പേരും ഡേറ്റും വെച്ച് അതിനകത്ത് പേരിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അല്ല ഇയറിന് വ്യത്യാസമുണ്ട്, അല്ല സിഗ്നേച്ചർ ചെറുതാണ്. ഇങ്ങനെയുള്ള എല്ലാവരും ഫോട്ടോയും സിഗ്നേച്ചറും അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് വേറെ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അവരൊന്നും വേണ്ട. എക്സാം സിറ്റി ഇൻറ്റിമേഷൻ കിട്ടിയിരിക്കുന്നവരുടെ എല്ലാം ഫോട്ടോയും സിഗ്നേച്ചറും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഫോട്ടോയിലുള്ള പേരിന് തെറ്റ്, അല്ലെങ്കിൽ ഫോട്ടോയുടെ ഡേറ്റ് എഴുതിയപ്പോൾ ഇയർ തെറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് തന്നെ തെറ്റ്, അതൊന്നും NTA നോക്കുന്നില്ല. ഫോട്ടോയ്ക്കും സിഗ്നേച്ചറിനും ക്ലാരിറ്റി ഉണ്ടോ, അവരുടെ ഡാറ്റാബേസിൽ ക്ലാരിറ്റി ഉണ്ടോ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. അതിനൊന്നും യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളുമില്ല. ഇമെയിൽ വഴിയും SMS വഴിയും നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ വഴിയും രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന SMS-ലും ഫോൺ നമ്പറിലും SMS-ലും ആയിട്ട് 1-2 പേർക്ക് മാത്രമേ ഇമേജ് ഡിസ്ക്രിപ്ഷൻസിൽ വന്നിട്ടുള്ളൂ. അങ്ങനെയുള്ളവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചറിന് കറക്ഷൻ ഉണ്ട്, നിങ്ങൾ പരീക്ഷാ സമയത്ത് മെയ് 4-ാം തീയതി എക്സാം സെൻറ്ററിൽ വരുമ്പോൾ അത് ഒരു വൈറ്റ് പേപ്പറിൽ ആ ഫോട്ടോയെ അല്ലെങ്കിൽ സിഗ്നേച്ചറൊക്കെ ഒട്ടിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ട് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വരണം നിങ്ങളുടെ ഫോട്ടോ ഇതാണ് എന്ന്. കാരണം അത് അപ്ലോഡ് ചെയ്യാൻ കൊടുത്താൽ പലരും ഫോട്ടോ മാറ്റാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് വിചാരിച്ച് അങ്ങാണ് സൈറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാത്തത്. അങ്ങനെയുള്ളവർ മാത്രം ഇമെയിൽ വഴിയോ മൊബൈൽ വഴിയോ എന്തെങ്കിലും ഒരു ഇൻറ്റിമേഷൻ കിട്ടിയവർ മാത്രം മതി ഫോട്ടോയും സിഗ്നേച്ചറും അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ട്. അല്ലാത്തവർ അതിൻ്റെ ആവശ്യമില്ല. അഡ്മിറ്റ് കാർഡും അതിനകത്തുള്ള ഡീറ്റെയിൽസുമായിട്ട് വന്നാൽ മാത്രം മതിയാകും. സാർ, അതുപോലെ തന്നെ ഈ ഫോട്ടോയിൽ പേരും ഡേറ്റും ഉള്ളൊരു കാര്യത്തെക്കുറിച്ച് സാർ ഇപ്പോൾ പറയുന്നത്. അതെ. ഒരുപക്ഷെ കുറേ കുട്ടികളുടെ അത് ഇല്ലായിരിക്കാം. പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ അവരിനി അത്തരത്തിൽ ഫോട്ടോയും പേരും ഡേറ്റുമുള്ള ഫോട്ടോ കൊണ്ട് വേണം എക്സാം? ഇല്ല, ഫോട്ടോയിൽ പേരും ഡേറ്റിനും യാതൊരു പ്രസക്തിയും ഇല്ല. നമ്മളതന്നും പറഞ്ഞിരുന്നു. അത് അപേക്ഷാ സമയത്ത് പറഞ്ഞിരുന്നത് പുതിയ ഫോട്ടോയാണ്, ആളുടെ മാറിപ്പോകാതിരിക്കാനായിട്ട് കുട്ടികൾക്ക് തന്നെയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. ഫോട്ടോയിൽ പേരും ഡേറ്റും വെച്ചോളൂ, അപ്പം നിങ്ങൾക്കത് പുതിയ ഫോട്ടോ ആണെന്ന് അറിയാമല്ലോ. മുൻ വർഷങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും റീസെൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അത് NTAക്ക് വേണ്ടിയിട്ടല്ല, കുട്ടികൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പേരും ഡേറ്റും വെക്കാൻ പറഞ്ഞത്. ഇനി എന്താണ് ഫോട്ടോയുടെ ആവശ്യം? പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പം ഈ കുട്ടിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അവിടെ പേരിനും ഡേറ്റിനും യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങൾ കയ്യിലിരിക്കുന്ന ഫോട്ടോയിൽ പേരും ഡേറ്റും ഉണ്ട്, നിങ്ങൾ അപ്ലോഡ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ അത് തന്നെ കൊണ്ടുക്കോളൂ, അതിന് യാതൊരു കുഴപ്പമില്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ ഒട്ടിക്കണം, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നമ്മൾ ഒട്ടിക്കണം, ഒരു ഫോട്ടോ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുപോകണം. അതിനകത്ത് പേരും ഡേറ്റിനൊന്നും തെറ്റൊന്നുമില്ല. പേരും ഡേറ്റും ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ അത് തന്നെ ഒട്ടിച്ചുകൊണ്ട് പൊക്കോളൂ. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് പേരും ഡേറ്റും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ആളെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രാധാന്യം. അതുകൊണ്ട് പേരും ഡേറ്റും ഇല്ലാത്ത ഫോട്ടോ ഒട്ടിച്ചുകൊണ്ടും പോകാം. ഉള്ളവർക്കാണെങ്കിലും പേരും ഡേറ്റും ഇല്ലാതെ കൊണ്ട് അതിന് പേരും ഡേറ്റും എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. ഇപ്പം അതിനകത്ത് തെറ്റ് വന്നു. ചിലർ 2025 എന്നുള്ളതിനും 2015 എന്നും മാസം ഫെബ്രുവരി എന്നുള്ളതിനും മാർച്ച് എന്നും ഒക്കെ വെച്ചവരുണ്ട്. ഈ ഫോട്ടോയിൽ പേര് വെച്ചവർ, അവർക്കപ്പോൾ ഒരു പേടിയുണ്ട്, ഇനിയിപ്പോൾ പുതിയത് വേണോ പഴയ ഫോട്ടോ വേണമെന്നൊക്കെ. അവർ ഫോട്ടോയിൽ പേരും ഡേറ്റും വേണ്ട, പ്ലെയിൻ ആയിട്ടുള്ള പാസ്പോർട്ട് സൈസും പോസ്റ്റ് കാർഡ് സൈസും അറ്റൻ ഷീറ്റിൽ ഒട്ടിക്കാനുള്ളതും കൊണ്ടുപോയാൽ മതി. അപ്പം ഫോട്ടോ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കുക, ആളെ തിരിച്ചറിയാൻ പറ്റുന്നതാകുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ പേരിനും ഡേറ്റിനും ഒന്നും യാതൊരു പ്രാധാന്യവുമില്ല. നിങ്ങൾ എങ്ങനെയാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അത് തന്നെ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തെറ്റുണ്ടെങ്കിൽ തെറ്റില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഫോട്ടോ കൊണ്ടുപോകുക എന്ന് മാത്രം ഓർത്തുവെച്ചാൽ മതിയാകും. സർ, അതുപോലെ ഈ അഡ്മിറ്റ് കാർഡുകൾ എന്നായിരിക്കും വരിക? എല്ലാവരും അവർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്നാലേ നമുക്ക് സ്കൂളിൻ്റെ അഡ്രസ്സ് ഏത് സ്കൂളിൽ വെച്ചാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. എന്നായിരിക്കും? തീർച്ചയായിട്ടും ഇപ്പം എക്സാമിനേഷൻ സിറ്റി മെയ് 26 അവർ പറഞ്ഞിരുന്നത്. അതിനേക്കാളും 3 ദിവസം മുമ്പ് 23-ാം തീയതി തന്നെ എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് അവർ പബ്ലിഷ് ചെയ്തു. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഇപ്പം ഈ വർഷം മെയ് 1-നാണ് പറഞ്ഞിരിക്കുന്നത് അഡ്മിറ്റ് കാർഡ് വരുമെന്ന്. എന്നാലും ഇന്ന് തന്നെ മിക്കവാറും നമ്മുടെ ഈ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മിക്കവാറും അഡ്മിറ്റ് കാർഡ് വന്ന് കാണും. പ്രോബബ്ലി ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ NEET.NTA.NIC. എന്ന വെബ്സൈറ്റിൽ തന്നെയാണ് അഡ്മിറ്റ് കാർഡ് വരുന്നത്. അത് ഇമെയിൽ വഴിയോ SMS വഴിയോ ഒന്നും അല്ല വരുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും നമ്മളിപ്പോൾ എക്സാമിനേഷൻ സിറ്റി എടുത്തതുപോലെ തന്നെ
NE.NIC.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഒരു പാസ്വേഡ് ഉപയോഗിച്ചാണ് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. സാർ, ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് കളറ് വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, എത്ര കോപ്പികൾ വിദ്യാർത്ഥികൾ എടുത്തു വെക്കണം, ഇതിനൊക്കെ ഒരു ആൻസർ എങ്ങനെ? തീർച്ചയായിട്ടും നമുക്ക് ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഈ ലിങ്ക് അഡ്മിഷൻ്റെ അവസാന സമയം വരെ 2025 ഡിസംബർ വരെ അത് വെബ്സൈറ്റിൽ കിടക്കും. അപ്പം നമ്മൾ കൊണ്ടുപോകുന്ന എക്സാമിനേഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് തന്നെ അവർ മേടിച്ച് വെക്കും, തിരിച്ച് നമുക്ക് തന്നു വിടുകയില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരെണ്ണം മാത്രം നമുക്ക് മതി. ഒരു ഫ്രണ്ട് പേജും ഒരു സെക്കൻഡ് പേജും മാത്രം മതി നമുക്ക് പരീക്ഷയ്ക്ക്. പിന്നെ അവൻ്റെ ഒരു കോൺഫിഡൻസ്, ഇനി എക്സാമിനേഷൻ സെൻറ്ററിൽ ചെല്ലുമ്പോൾ ഒരെണ്ണം എങ്ങാനും പോയി കഴിഞ്ഞാൽ ഒരെണ്ണം കൊണ്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നോർമലി ഒരെണ്ണത്തിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അത് കളർ വേണമെങ്കിൽ ആകാം, കളർ പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ ആകാം, നല്ല കളർ പ്രിൻ്റ് ഔട്ട് ഉണ്ടെങ്കിൽ കളർ പ്രിൻ്റ് ഔട്ട് ആകാം. ഇല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഔട്ട് ആണെങ്കിലും മതിയാവും. അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല. കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് A4 സൈസിൽ പോർട്രേറ്റ് ആയിട്ട്, ഹൊറിസോണ്ടൽ ആയിട്ടല്ല, ആ ഫ്രണ്ട് പേജ് മൊത്തം ഒരൊറ്റ പേജായിട്ട് തന്നെ ഉള്ളത് വേണം. അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ബാർകോഡും ഉണ്ടെന്ന് ഉറപ്പാക്കിയിരിക്കണം. ചിലർ നമ്മൾ നെറ്റ്വർക്കിൻ്റെ സ്പീഡൊക്കെ കുറവുകൊണ്ട് ബാർകോഡ് ചിലപ്പോൾ കാണാതെ പോകും, ചിലപ്പോൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ അതിനകത്ത് ഇല്ലാതെ വരും. അങ്ങനെ വരരുത്. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചറും, കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറും ബാർകോഡും അതിനകത്തുണ്ടെന്ന് ഉറപ്പുള്ള പേജാണ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്. ഫ്രണ്ട് പേജിലാണ് അത് ഉണ്ടാവുക. അതിൻ്റെ താഴെ 3 കോളങ്ങളുണ്ട്, ഫോട്ടോ ഒട്ടിക്കാനായിട്ടും തമ്പിംപ്രഷൻ വെക്കാനായിട്ടും കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ വെക്കാനായിട്ടും. രണ്ടാമത്തെ പേജിൽ വലിയൊരു ബോക്സ് മാത്രമേ ഉള്ളൂ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ ഒട്ടിക്കാനായിട്ട്. ഇതാണ് അഡ്മിറ്റ് കാർഡായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. സാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ഒരു ചെറിയൊരു കൺസേൺ ആണ്, എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കയ്യിൽ കരുതാം. തീർച്ചയായിട്ടും. അതുപോലെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഫിൽ നമ്മൾ പല ആവർത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപെട്ട എല്ലാ എപ്പിസോഡിലും നമ്മളത് പറഞ്ഞിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരാഴ്ചയാണ് മുൻപിലുള്ളത്, അവരെ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം കൂടി. തീർച്ചയായിട്ടും. അപ്പോൾ സാർ, അതുകൂടെ ഒരിക്കൽ കൂടി പറയാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അഡ്മിറ്റ് കാർഡ് തന്നെയാണ്. അഡ്മിറ്റ് കാർഡ് 2 പേജാണ്. 2 പേജിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഫോട്ടോയും സിഗ്നേച്ചറും ബാർകോഡും ഉള്ള പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു. അതിൻ്റെ താഴത്തെ ഇതിനകത്ത് നമ്മൾ ഇടത്ത് സൈഡിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്നു. അപ്പോൾ പാസ്പോർട്ട് സൈസിനേക്കാളും ചെറിയ കോളമായിരിക്കും അതിനകത്തുള്ളത്. അപ്പോൾ ചിലർക്ക് സംശയമുണ്ട്, ഈ കോളത്തിനകത്ത് ഒതുങ്ങുന്ന ഫോട്ടോ വേണം. അങ്ങനെയൊന്നുമില്ല. അവിടെ ആ ബാക്കി ലെറ്ററുകളൊക്കെ മറിഞ്ഞു നോക്കട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്നു. നടുക്കത്തെ കോളത്തിൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വെക്കുന്നു കാൻഡിഡേറ്റിൻ്റെ. അത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ എക്സാമിനേഷൻ സെൻറ്ററിൽ ചെന്നിട്ട് ഇൻവിജിലേറ്ററിൻ്റെ മുമ്പിൽ മാത്രമേ ഇടാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പേജിൽ ആകപ്പാടെ ഫോട്ടോ ഒട്ടിക്കാനും തമ്പ് ഇംപ്രഷൻ വെക്കാനും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പേജിൽ ആ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്നു. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയുടെ പ്രയോജനം എന്താണ്? ആളെ തിരിച്ചറിയാൻ. ചെറിയ ഫോട്ടോയിൽ നിന്ന് ആളെ മനസ്സിലാക്കുന്നതിനേക്കാളും വലിയ ഫോട്ടോയിൽ നിന്ന് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സൈസ്, വലിപ്പം ആ ബോക്സിൻ്റെ അത്രയും തന്നെ വേണോ, 4 ഇഞ്ച് 6 ഇഞ്ച് ആണെങ്കിൽ വെളിയിൽ പോകും, അങ്ങനെയുള്ള ഒന്നും ഇല്ല. ഒരു വലിപ്പമുള്ള ഫോട്ടോ ഒട്ടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ 2 പേജാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, വെള്ളം അത്യാവശ്യം വേണം നമുക്ക് കൊണ്ടുപോകാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകണം അവിടെ അറ്റൻഡ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ID പ്രൂഫും. ID പ്രൂഫിന് ഇത്തവണ പ്രാധാന്യം കുറവാണ്. കാരണം ഓൾറെഡി നമ്മളത് നീറ്റിൻ്റെ ആപ്ലിക്കേഷനിൽ തന്നെ എല്ലാവരും ID പ്രൂഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ട കാര്യത്തിനകത്ത് പ്രാധാന്യം കുറവാണ്. നമ്മൾ ആധാറിൻ്റെ ഒരു കോപ്പിയാണ് അവർ കൊണ്ടുപോകാൻ പറയുന്നത്. അപ്പോൾ ആധാർ ഉള്ളവരെല്ലാം, ആധാർ ഇനി അപ്ഡേറ്റഡ് അല്ല, ആധാറിലെ ഫോട്ടോ പഴയതാണ്, ആധാർ കാർഡില്ല, ഈ ആധാറേ ഉള്ളൂ, എന്തും ആയിക്കോട്ടെ, ആധാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിൻ്റ് ഔട്ട് അത് കയ്യിൽ കരുതുന്നത് നല്ലതാണ് എല്ലാവരും. ഇനി ID പ്രൂഫായിട്ട് നിങ്ങൾക്ക് വിദേശത്തൊക്കെ ആണെങ്കിൽ പാസ്പോർട്ട് തന്നെയാണ് ID പ്രൂഫായിട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇനി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പേരിന് ചില തെറ്റുണ്ട്, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ID കൂടെ നിങ്ങൾ കയ്യിലെടുത്തേക്കുക. +2ൻ്റെ ഹോൾ ടിക്കറ്റോ പാസ്പോർട്ടോ വോട്ടേഴ്സ് ID-യോ അല്ലെങ്കിൽ ആധാർ കറക്ഷൻ ചെയ്യാൻ കൊടുത്ത ആധാർ എൻറോൾമെൻറ്റ് ഫോമോ പാൻ കാർഡോ എന്തെങ്കിലും ഒരു ID കൂടെ അഡീഷണൽ ആയിട്ട് കയ്യിലെടുത്തേക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ID-യുടെ കാര്യത്തിൽ ഇത്തവണ വലിയ പ്രശ്നമില്ല. കാരണം അത് ഓൾറെഡി ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആധാറിൻ്റെ ഒരു കോപ്പി കയ്യിലെടുക്കുക എന്നുള്ളതാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. സാർ, അതുപോലെ നമ്മൾ ഈ കൊണ്ടുപോകുന്ന നമ്മുടെ ഈ ID കാർഡ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ആധാർ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എക്സാം ഹാളിൽ ഉള്ള കുട്ടിയെ ഇല്ല, ഈ വർഷം അങ്ങനെയൊന്നുമില്ല. കാരണം കുട്ടിയുടെ ബയോമെട്രിക്കും കുട്ടിയുടെ ഐറിസും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ പരീക്ഷാ ഹാളിലോട്ട് കയറ്റി വിടുന്നത്. അതുകൊണ്ട് ആധാറിനകത്തൊരു അഡ്രസ്സിന് കറക്ഷനുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിന് കറക്ഷനുണ്ട്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിന് തെറ്റുണ്ട്, പിൻകോഡിന് തെറ്റുണ്ട്, അങ്ങനെയുള്ളതൊന്നും ഒരിക്കലും പരീക്ഷയെ ബാധിക്കില്ല. ആധാറിൻ്റെ ഒരു കോപ്പി കയ്യിൽ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി വേറെയുള്ള ID പ്രൂഫുകൾ എന്തെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ +2ൻ്റെ ഹോൾ ടിക്കറ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. +2ൻ്റെ ഹോൾ ടിക്കറ്റ് കൈ വെച്ചേക്കുക, അത്ര കാര്യമേ ഉള്ളൂ. ഇനി പേരിന് തന്നെ നിങ്ങൾക്ക് വ്യത്യാസമുണ്ട്, +2ൻ്റെ ഹോൾ ടിക്കറ്റിലും വ്യത്യാസമുണ്ട്, ആധാറിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം 1 and same സർട്ടിഫിക്കറ്റ് കയ്യിലെടുത്തേക്കുക എന്ന് മാത്രമേ ഉള്ളൂ.
ID പ്രൂഫായിട്ട് നിങ്ങൾ ആധാറാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ആധാറിൽ പേര് വ്യത്യാസം ഉണ്ടെങ്കിൽ +2 ഹോൾ ടിക്കറ്റ് ആ പേര് കറക്റ്റ് ആണെങ്കിൽ അത് കയ്യിലെടുത്തേക്കുക. പേര് കറക്റ്റുള്ള ഒരു ID പ്രൂഫ് കയ്യിലുണ്ടാകുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ആധാർ ആണെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് ആധാർ കളർ പ്രിൻ്റ് ഔട്ട് ധാരാളം മതിയാകും. അല്ലെ കാർഡ് രൂപത്തിൽ ചെയ്ത ആധാർ അത് ധാരാളം മതിയായിരിക്കും. അല്ലെ ഒറിജിനൽ പഴയ ആധാർ കാർഡ് കയ്യിലുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ആധാർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു പകുതി A4 സൈസിലുള്ള ആധാർ എൻറോൾമെൻറ്റ് ഫോം കിട്ടും, ഫോട്ടോ ഉള്ളത്. അതാണെങ്കിലും മതിയാകും. ഇതിൽ അല്ലാന്നുണ്ടെങ്കിൽ +2 ഹോൾ ടിക്കറ്റ്, ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഫോട്ടോ ഉള്ള ഒരു ഗവൺമെൻറ് ID പ്രൂഫ് ധാരാളമായിട്ട് മതിയാകും. അതിന് വലിയ പ്രസക്തിയൊന്നും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടില്ല. സാർ, ഇപ്പോഴും വിദ്യാർത്ഥികളുടെ ഒരു ചെറിയ കൺസേൺ ആണ്, ഞങ്ങൾ ഡ്രസ്സ് എങ്ങനെയാണ് ധരിക്കേണ്ടത്, ഞങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ് പ്രോപ്പറായിട്ട് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ആശങ്കകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായ മറുപടി എന്തായിരിക്കും ചോദിച്ചത്? ഇപ്പം എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട്, ജീൻസ് ഇടാവോ, അല്ലെ ലെഗിൻസ് ഇടാവോ, അല്ലെ പലാസോ ഇടാവോ, അല്ലെങ്കിൽ പോക്കറ്റ് 2 പോക്കറ്റ് ഉണ്ട്, ഞാൻ ആ പോക്കറ്റെല്ലാം കൂടെ തുന്നി വെക്കണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇടുക. ആകപ്പാടെ അവർ പറഞ്ഞിരിക്കുന്ന ഹെവി ക്ലോത്തുകൾ ഒഴിവാക്കുക. ഈ പൈജാമ, കുർത്ത പോലുള്ള വലിയ ഹെവി ക്ലോത്തുകൾ ഒഴിവാക്കുക എന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ ധരിക്കുന്ന എല്ലാ ഡ്രസ്സുകളും തന്നെ ധരിക്കാം. ഹാഫ് സ്ലീവ് ആയിരിക്കണം. ഒരു കാരണവശാലും മുട്ടിന് താഴോട്ടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ഫുൾ കോൺസെൻട്രേഷനോട് പരീക്ഷ എഴുതുക. ഈ ചൂടുള്ള സമയങ്ങളിൽ നമ്മുടെ കൈയൊക്കെ വേർക്കുന്നുണ്ടെങ്കിൽ കോട്ടണായിട്ടുള്ള ഇത് ധരിക്കുക. അങ്ങനെയൊക്കെയുള്ളത് നമ്മുടെ കൺസേൺസ് ആണ്. പിന്നെ കോളറുള്ളത് ധരിക്കാം, കോളറുള്ളതൊക്കെ ധരിക്കാം, പോക്കറ്റുള്ളതൊക്കെ ധരിക്കാം, യാതൊരു കുഴപ്പവുമില്ല. മെറ്റലുമായിട്ട് ലോഹനിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഒഴിവാക്കുക. ഹുക്കാണെങ്കിലും ബെൽറ്റ് ആണെങ്കിലും ഈവൻ ആചാരപരമായിട്ടുള്ള തകിടുകളൊക്കെ ആണെങ്കിലും ചരടുകളൊക്കെ ആണെങ്കിലും മാല, കമ്മൽ, കൊലുസുകൾ അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കുക. ഇപ്പം കണ്ണാടി, എല്ലാവരും ചോദിക്കും കണ്ണാടിയുടെ ഫ്രെയിം മെറ്റലാണ്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. കാരണം അതൊരു ചെക്ക് ചെയ്യുന്ന മാത്രമല്ലേ ഉള്ളൂ. അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. കണ്ണാടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഫോട്ടോയിൽ കണ്ണാടി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കണ്ണാടി ഉപയോഗിക്കാം. അങ്ങനെ നിയമമൊന്നുമില്ല. അത് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാനായിട്ടിരുന്നാൽ മതിയാകും. നിങ്ങൾക്ക് സ്പെക്സ് വെക്കണമെങ്കിൽ വെക്കാം. നമ്മുടെ അഡ്മിറ്റ് കാർഡിലുള്ള ഫോട്ടോയിൽ സ്പെക്സ് വേണം നിർബന്ധമൊന്നുമില്ല. ഡ്രസ്സെന്ന് പറയുന്നത് പ്രിൻ്റഡ് ഒന്നും ആയിരിക്കില്ല. പ്രിൻ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളർ പ്രിൻ്റഡ് എന്നല്ല, ലെറ്ററുകൾ, വലിയ ലെറ്ററുകൾ, ഇന്ത്യ എന്നും ഐ ലവ് എന്നൊക്കെ എഴുതുന്ന അങ്ങനത്തെ വലിയ പ്രിൻ്റഡ് ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ സ്റ്റിക്കറുകളും തയ്യൽ കടയുടെ പേരും അല്ല ആ ബ്രാൻഡിൻ്റെ പേരും ഒക്കെ എഴുതി ചെറിയ സ്റ്റിക്കറുകളൊന്നും യാതൊരു കുഴപ്പമില്ല. അതല്ല പ്രിൻ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. വലിയ ലെറ്ററുകൾ പ്രിൻ്റ് ചെയ്തതാണ് പ്രിൻ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നോർമലായിട്ടുള്ള ചുരിദാറോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ധരിച്ചുകൊണ്ട് പോകാം. ഷാള് പറ്റത്തില്ലെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ നിങ്ങൾക്ക് തട്ട വിട്ടുകൊണ്ടാണ് മുസ്ലിം സഹോദരിമാർക്ക് പോകേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോകാം. അല്പസമയം നേരത്തെ തന്നെ എക്സാം ഹാളിൽ ചെല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. കന്യാസ്ത്രീ സമൂഹത്തിന് അതുപോലെ തന്നെ പോകാം, യാതൊരു കുഴപ്പവുമില്ല. അവരുടെ നിയമപരമായിട്ടുള്ള ഫ്രിസ്കിങ്ങിന് മറ്റു ഡിറ്റക്ടർ അങ്ങനെയുള്ള ബാക്കിയുള്ളതിനെല്ലാം അവരുമായിട്ട് സഹകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാണ് ഏറ്റവും നന്നായിട്ട് രീതിയിൽ പരീക്ഷ എഴുതേണ്ട ഉത്തരവാദിത്വം. അതിന് നമുക്ക് എന്താണോ കംഫർട്ട് ആ രീതിയിൽ പോകുക. വാച്ച്, മെറ്റൽ, ലോഹനിർമ്മിതമായിട്ടുള്ള എല്ലാം തന്നെ ഉപേക്ഷിക്കുക. ഷൂസ് അങ്ങനെയുള്ളതൊന്നും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ചപ്പൽ മാത്രം ധരിക്കുക. വെള്ളം ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നോർമൽ നമ്മളിവിടെ എക്സാം എഴുതുന്ന എത്രത്തോളം എക്സാം എഴുതിയതല്ലേ ആ രീതിയിൽ പോയിട്ട് എക്സാം എഴുതുക. ഒരു നോർമൽ ഒരു എക്സാം, ഒരു 180 ക്വസ്റ്റ്യൻ 180 മിനിറ്റ്സ് ഇവിടെ എഴുതുന്നു. 3-ാം തീയതി വരെ നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ട്. അതിൻ്റെ ഒരു തനിയാവർത്തനം 4-ാം തീയതി പരീക്ഷ എഴുതുന്നു. അങ്ങനെ കരുതിയാൽ മതിയാകും. സാർ, അതുപോലെ തന്നെ ഈ ഒരു എക്സാം ഹാള്, അവിടുത്തെ ടൈം ഷെഡ്യൂള്, കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓൾറെഡി സാറിൻ്റെ വീഡിയോ എല്ലാവരും ഇപ്പോൾ കണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ നീറ്റ് എഴുതേണ്ട, കേരളത്തിൽ നീറ്റ് എഴുതേണ്ട എല്ലാവരും തന്നെ നമ്മുടെ നീറ്റ് എക്സാം ഹാളിൻ്റെ വീഡിയോ കണ്ടെന്ന് തോന്നുന്നു. യെസ്, തീർച്ചയായിട്ടും ഒരുപാട് നമ്മുടെ വിദ്യാർത്ഥികളും മാതാപിതാക്കളൊക്കെ ഒരുപാട് ഏറ്റെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശിവൻ സാർ, അതിൽ സാറ് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഈ ഒരാഴ്ച നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ കാണുന്ന നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമുണ്ട്. അപ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി റിമൈൻഡർ പോലെ സാർ എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടിയാണ് വ്യക്തമാണ്. നമുക്കറിയാം 11:30 കൂടിയാണ്, അല്ലെങ്കിൽ 11 മണിക്ക് ശേഷമാണ് നമ്മുടെ എക്സാം ഹാൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ സമയത്ത് തന്നെ, അതിന് മുമ്പായിട്ട് തന്നെ ആ സ്കൂളിൻ്റെ പരിസരത്ത് എത്തുക. ആഹാരമൊക്കെ നിങ്ങളറിയാം. പിന്നെ നമുക്ക് 5 മണിക്ക് ശേഷം ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമലായിട്ട് നമുക്ക് എന്താണോ ആഹാരം കഴിക്കണം, നോർമലായിട്ടുള്ള ആഹാരമൊക്കെ, ഹെവി ഫുഡ് വേണ്ട, വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുക. 12-12:30 കൂടി തന്നെ നിങ്ങൾ അതിനപ്പുറത്തോട്ട് നിങ്ങൾ പോകരുത്. കാരണം അതിന് മുമ്പ് തന്നെ നിങ്ങൾ ലൈൻ നിൽക്കുക. കാരണം ലൈൻ നിൽക്കുമ്പം മെറ്റൽ ഡിറ്റക്ടർ, ബയോമെട്രിക്, ഫോട്ടോ എടുക്കുന്നു, ഐറിസ് സ്കാനിങ്, അങ്ങനെ പലവിധ പ്രോസസ്സുകളിലൂടെ കടന്നു വേണം നമുക്ക് അകത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാവരെയും അകത്ത് കയറ്റുകയും ചെയ്യും, എല്ലാവർക്കും സമയം കിട്ടുകയും ചെയ്യും. പക്ഷേ ലൈനിൽ കുറച്ച് പുറകെ നിൽക്കുമ്പോൾ നമുക്കൊരു എന്താണെങ്കിലും ഒരു ഓവർ ആങ്സൈറ്റി ഉണ്ടാകുമല്ലോ. അപ്പം 12-12:30 കൂടി തന്നെ നമ്മൾ ഇനി ഈവൻ ലൈനിൽ നിന്നില്ലെങ്കിൽ പോലും നമ്മളതിൻ്റെ എക്സാം സെൻറ്ററിനകത്ത് പ്രവേശിക്കുക. വിത്ത് നമുക്ക് നമ്മുടെ അഡ്മിറ്റ് കാർഡ്,
നമ്മുടെ ഫോട്ടോ ID പ്രൂഫിൻ്റെ ഒറിജിനൽ, ഒരു അഡീഷണൽ ഫോട്ടോഗ്രാഫ്, വാട്ടർ ബോട്ടിൽ, ഇത്രയുമായിട്ട് നമ്മൾ എക്സാം സെൻറ്ററിനകത്ത് കയറുന്നു. പിന്നെ നിങ്ങൾക്ക് ആ സ്കൂളിൻ്റെ എന്തൊക്കെയുണ്ടോ, വാഷ്റൂംസോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കുറേയധികം ഭാഗങ്ങൾ പേരൻസിനും അങ്ങനെയൊക്കെ ഓപ്പൺ ആയിരിക്കും. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഏരിയ മാത്രമേ അവർ ബ്ലോക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിലോ വാഷ്റൂം ഉപയോഗിക്കണമെങ്കിലോ ബാക്കി പേരൻസിന് വെയിറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കാം. ബാക്കി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങോട്ട് കുട്ടിയെ മാത്രമേ കടത്തി വിടുകയുള്ളൂ. ഏതാണ്ട് 1.25 മുമ്പെങ്കിലും നമുക്ക് നമ്മുടെ റൂമിൽ അസൈൻ ചെയ്തിരിക്കുന്ന റൂമിൽ, ആ റൂം നമ്മുടെ റോൾ നമ്പർ അനുസരിച്ച് റൂം അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റൂമിൽ നമ്മൾ എത്തുകയും നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന റോൾ നമ്പറിൽ തന്നെ ഇരിക്കുകയും ചെയ്യുക. അപ്പം ജനലിനടുത്തിരിക്കണം, അല്ലെങ്കിൽ ക്ലോക്ക് കാണുന്നില്ല, അല്ലെങ്കിൽ ഫാനിലെ കാറ്റ് കിട്ടുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് അസൈൻ ചെയ്യാത്തൊരു ഭാഗത്ത് ഒരിക്കലും പോയിരിക്കാൻ പാടില്ല. നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന റോൾ നമ്പറിൽ മാത്രമേ നമ്മൾ ഇരിക്കാവുള്ളൂ. ഇനി എന്തെങ്കിലും നമുക്ക് സമയം കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു നോക്കുക, ക്ലോക്ക് വെക്കാവോ, ക്ലോക്ക് നമുക്ക് സമയം കാണാൻ പറ്റുന്നില്ല, അതൊന്ന് മാറ്റി വെക്കാവോ എന്നൊക്കെ ചോദിച്ചു നോക്കുക. എന്താണെങ്കിലും 1:15 നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന റൂമിലിരിക്കാം. 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. 1:30 ശേഷം ഒരു കാരണവശാലും നിങ്ങളെ അകത്തേക്ക് കടത്തിവിടുകയില്ല. 11 മണിക്ക് മുമ്പായിട്ടെങ്കിലും നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുന്നുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങളത് പാലിക്കണം. കാരണം നമുക്ക് ഇന്നോ നാളെ തന്നെ അഡ്മിറ്റ് കാർഡ് നമ്മളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഏത് സ്കൂളാണ്, ഇപ്പം ഒരേ സ്കൂളിനൊക്കെ പല അഡ്രസ്സുകൾ കാണും, ചിലപ്പോൾ ഒരു സ്കൂളിന് തന്നെ പല അനക്സുകൾ കാണും. അപ്പം ഏത് കറക്റ്റായിട്ട് ഈ നീറ്റ് എക്സാം നടക്കുന്നത് എവിടെയാണെന്നുള്ളത് 3-ാം തീയതിക്ക് മുമ്പെങ്കിലും, അതായത് 4-ാം തീയതിക്ക് മുമ്പ് 1, 2, 3 തീയതികളിലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകിൽ നമ്മൾ ചെന്നിട്ടോ അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കണം. ചില കുട്ടികളെങ്കിലും ഈ അവസാനത്തെ നിമിഷത്തിൽ ഈ ഒരു ഓടിപ്പിടുത്തത്തിനിടയിൽ നമ്മൾ ചെല്ലാൻ പറ്റാതെ പോകരുത്. അപ്പം കൃത്യമായിട്ട് എക്സാമിനേഷൻ ഏത് സ്കൂളിലാണെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ 1:30 മുമ്പായിട്ട് നമ്മുടെ റൂമിൽ നമ്മൾ ഇരിക്കുന്നുണ്ട്. 1:30 മുതൽ 1:45 വരെ നമ്മുടെ ഇൻവിജിലേറ്റേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ എക്സാമിന് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും. അവർ ട്രെയിൻഡാണ്, അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അതെല്ലാം സമാധാനത്തോടെ കേൾക്കുക. നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതുകൊണ്ട് അവർ പറയുന്നത് വളരെ വ്യക്തമായിട്ട് കേൾക്കുക. നമ്മൾ എത്രത്തോളം നമ്മളുടെ മനസ്സിനെ കാമാക്കാനും നമുക്കൊന്ന് സെൽഫായിട്ട് റിലാക്സ് ചെയ്യാനും പറ്റുന്നു ആ സമയം അത് ഉപയോഗിക്കുക. 1:45 ആകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും പേനയും നമുക്ക് തരും. 1:45 തരേണ്ടതെന്ന് മനസ്സിലാക്കുക. 1:45 തന്നില്ലെങ്കിൽ ചോദിച്ച് എഴുന്നേറ്റ് നിന്ന് ഏറ്റവും ആദരവോടുകൂടി ചോദിച്ച് മേടിക്കുക. 1:50 നമുക്ക് ആ പ്ലാസ്റ്റിക് എൻവലപ്പ് ഓപ്പൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വെളിയിലെടുക്കാം. അത് ആ ഇൻസ്ട്രക്ഷനൊക്കെ സമാധാനത്തോടെ വായിച്ചു നോക്കുക. അവിടെയൊക്കെ നമുക്കറിയാം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഓവർ ആങ്സൈറ്റി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ എത്രത്തോളം മനസ്സിനെ കാമാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ നീറ്റിൽ വിജയിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻസും വളരെ കൂളായിട്ട് വായിച്ചു നോക്കുക. അതിൽ പേരെഴുതുക, റോൾ നമ്പർ എഴുതുക. എന്തിനാണ് നമ്മൾ അവിടെ റോൾ നമ്പർ എഴുതിയിട്ട് അക്കത്തിലും അക്ഷരത്തിലും ഒക്കെ എഴുതുക? എന്താണ്, നമുക്ക് തൊട്ടടുത്ത നിമിഷം OMRൽ നമുക്ക് റോൾ നമ്പർ എഴുതാനുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളുടെ മനസ്സിൽ വിചാരം എന്താണ്, നമ്മൾ റോൾ നമ്പർ എഴുതുമ്പോൾ തെറ്റിയേക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ റോൾ നമ്പർ വ്യക്തമായിട്ട് എഴുതുക. അത് അക്ഷരത്തിലും അക്കത്തിലും എഴുതുക. 2 മണിക്കാണ് എക്സാം തുടങ്ങേണ്ടത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്യാനും OMR വെളിയിലെടുക്കാനും അനുവദിക്കും. ഇല്ലെങ്കിൽ 2 മണിക്ക് ബെല്ലടിക്കുന്നതോടുകൂടി ആയിരിക്കും OMR വെളിയിലെടുക്കാൻ സമ്മതിക്കുന്നത്. OMRൽ റോൾ നമ്പർ എഴുതുക. അതിൻ്റെ കറക്റ്റ് ബബിൾ ചെയ്യുക. നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡൊക്കെ ഉണ്ട്, അതൊക്കെ ഫില്ല് ചെയ്യുക. അതൊക്കെ ഫില്ല് ചെയ്യുന്നതിനൊന്നും മനോഹാരം വേണമെന്നൊന്നുമില്ല. ഒരു 10 സെക്കൻഡ് കൊണ്ടോ 20 സെക്കൻഡ് കൊണ്ടോ ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ റോൾ നമ്പർ മാത്രം കറക്റ്റായിട്ട് എഴുതിയിട്ട് ബാക്കിയുള്ളതൊക്കെ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യുക. എക്സാം ആരംഭിക്കുക. ഏതെങ്കിലും ഇതിന് രീതിയിൽ തടസ്സമുണ്ടായെങ്കിൽ എഴുന്നേറ്റ് നിന്ന് സൗമ്യതയോടെ ചോദിച്ചു അത് കൃത്യമായിട്ട് മേടിച്ച് മനസ്സിലാക്കുക. കാരണം നമ്മുടെയാണ് ഉത്തരവാദിത്വം അത് നന്നായിട്ട് നടത്തുക എന്നുള്ളത്. ഇനി 5 മിനിറ്റ് 10 മിനിറ്റ് താമസിച്ചു പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഏറ്റവും കാമായിട്ട് തന്നെ അതിനെ കാണാം. കാരണം ഇത്തവണത്തെ പരീക്ഷ അത്രത്തോളം നിങ്ങൾക്ക് സമയത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ എക്സാമിലോട്ട് കിടക്കുക. OMR കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറുകൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ 180 ചോദ്യങ്ങളുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആദ്യം ഏതാണ്, ബയോളജിയാണ് എഴുതി തുടങ്ങുന്നതെങ്കിൽ ബയോളജി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ചിലപ്പം 91 നിന്നായിരിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ 46-ൽ നിന്നായിരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ബയോളജി അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ നമ്പർ നോക്കുക. എന്നിട്ട് OMRലും അത് തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുക. നമുക്കറിയാം എക്സാം തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് എന്ന് പറയുന്നത്, 2 മണി തൊട്ടുള്ള മിനിറ്റ് എന്ന് പറയുന്നത് എല്ലാവരും വളരെ ഓവർ ആങ്സൈറ്റിയിലായിരിക്കും അല്ലേ? നമ്മുടെ എക്സാമിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത് തുടങ്ങുന്ന
ഒരു 15 മിനിറ്റും അവസാനിക്കുന്ന ഒരു 15 മിനിറ്റും ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക, ശരിക്കും നമ്മളെ സ്ട്രെസ് ആയിരിക്കും ആ സമയത്ത്. അപ്പം ആ സമയത്ത് ഏറ്റവും കാമാകാനായിട്ടും 100% ഉറപ്പുള്ളത് തന്നെയാണ് ഞാൻ ആ സമയത്ത് ചെയ്യാവുള്ളൂ, അല്ലേ? നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സാവധാനത്തിൽ വായിക്കുന്നു, അവിടെ നമ്മൾ അല്പം സമയം എടുക്കുക തന്നെ ചെയ്യുക. നമ്മൾ 100% ഉറപ്പുള്ളത് OMR അപ്പം തന്നെ മാർക്ക് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുന്നു, നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ വർഷത്തെ 2025 നമ്മൾ എഴുതുന്ന സബ്ജക്റ്റിൻ്റെ ടഫ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ കയ്യിൽ ആ ആദ്യത്തെ സബ്ജക്റ്റിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇവിടെ എന്നെ ബാധിക്കാൻ പോകുന്നത് നെഗറ്റീവായിരിക്കും. വളരെ സിമ്പിളായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളെ ബാധിക്കാൻ പോകുന്നത് കൂടുതൽ നെഗറ്റീവായിരിക്കും. അപ്പം 100% ഉറപ്പുള്ളത് ആദ്യം എഴുതുക, ബാക്കി എനിക്ക് സമയം കിട്ടും. കാരണം ഇത് എക്സാം സിമ്പിൾ ആയതുകൊണ്ട് എനിക്ക് സമയം കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു 10-15 അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ ആ എക്സാമിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ഒന്ന് ബ്രേക്ക് എടുത്ത് ഒരു ശ്വാസമൊക്കെ എടുത്ത് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് നോക്കുക. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ എല്ലാ ചോദ്യത്തിലൂടെയും കടന്നു പോവുക, 180 ചോദ്യങ്ങളിലൂടെയും കടന്നു പോവുക. എല്ലാ സമയത്തും നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ ഉണ്ടായിരിക്കണം. ഒരിക്കലും നമുക്ക് ആ സമയത്തിനെക്കുറിച്ച് ഒരു പക്ഷേ നമുക്ക് കുറേ അങ്ങോട്ട് സമയം പോകുമ്പോഴത്തേക്ക് നമ്മൾ ബെല്ലടിക്കുന്ന കേൾക്കുമ്പോൾ ഓരോ മണിക്കൂർ കഴിയും ബെല്ലടിക്കും, അപ്പം മാത്രമേ നമ്മൾ സമയത്തിനെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പറിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കണം, ഏത് ക്വസ്റ്റ്യനാണ് എഴുതുന്നതെന്നുള്ളത്. എന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. എപ്പോഴും നിങ്ങൾ ഓർക്കുക, സിമ്പിളായിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങളെ ബാധിക്കാൻ പോകുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും ഉറപ്പുള്ളത് എഴുതുക ആദ്യം. വളരെ ടഫിലോട്ടാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5-6 ക്വസ്റ്റ്യൻ ടഫ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയും ആൻസറിലോട്ട് എത്താൻ നോക്കുക. കാരണം കൂടുതൽ ആൻസർ എഴുതുന്നവർക്കാണ് അവിടെ കൂടുതൽ റാങ്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ആൻസറിലോട്ട് എത്താനുള്ള ഒരു ഇതുണ്ടാക്കുക. മൊത്തത്തിലൊരു 5-6 ക്വസ്റ്റ്യൻ ടഫ് ഉള്ളെങ്കിൽ അതിന് പുറകെ പോകാതിരിക്കുക. മൊത്തത്തിൽ ടഫ് ആണെങ്കിൽ മാത്രമേ മാക്സിമം എഴുതാൻ നോക്കാവുള്ളൂ. അത് നിങ്ങളെല്ലാം പരിചയിച്ച കാര്യങ്ങളാണ്, നിങ്ങളോടെല്ലാം ക്ലാസ് ടീച്ചേഴ്സും ഡയറക്ടേഴ്സും എല്ലാം എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കൃത്യമായിട്ട് നോക്കുക. അവസാനത്തെ 10 മിനിറ്റിൽ ഓവറോൾ നമ്മുടെ ക്രൂഷ്യൽ, നമ്മൾ 720 അല്ല 700 ഒക്കെ എത്തുന്നത് ആ ഒരു ക്രൂഷ്യൽ ടൈമിലാണ്. OMR ചിലപ്പോൾ നമ്മൾ പലരും പറയാറുണ്ട്, ക്വസ്റ്റ്യനിൽ ഞാൻ 2 മാർക്ക് ചെയ്തിരുന്നു, പക്ഷേ അത് OMR ചെയ്യാൻ മറന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ ഒരു 10 മിനിറ്റിൽ നമ്മുടെ OMR നമ്മൾ കണ്ണോടിക്കുക. നമ്മൾ എത്രത്തോളം മാർക്ക് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്യാത്തത് എവിടെയെങ്കിലും ഉണ്ടോ, അതിനെനിക്ക് ആൻസർ കിട്ടുന്നതാണോ എന്ന് നോക്കണം. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ മാർക്ക് ചെയ്യും, പക്ഷേ എടുത്തെഴുതാൻ നമ്മൾ മറന്നു പോകും. കാരണം 180 കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് 1-2 എണ്ണത്തിലൊക്കെ അങ്ങനെ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ആ ലാസ്റ്റ് 10 മിനിറ്റിൽ നമുക്ക് ആൻസർ കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ആൻസർ കിട്ടിയത് OMR മാർക്ക് ചെയ്യാനുണ്ടോ എന്നുള്ളത് നോക്കണം. അതും ഒരുപോലെ ക്രൂഷ്യൽ ടൈമാണ്. കൃത്യമായിട്ട് 5 മണിക്ക് തന്നെ നമ്മുടെ OMR തിരികെ മേടിക്കും. OMR 2 ഷീറ്റാണെന്നുള്ളത് നമുക്കറിയാം. ഒന്ന് ഓഫീസ് കോപ്പി, ഒന്ന് സ്കാൻഡ് കോപ്പിയാണ്. നമ്മളത് വേർപെടുത്തുമൊന്നും വേണ്ട, നമ്മൾ ആ OMR അതേപടി അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. നമ്മുടെ അഡ്മിറ്റ് കാർഡ്, അവിടെ ഒരു പ്രത്യേക ബോക്സ് ഉണ്ട്, അഡ്മിറ്റ് കാർഡും അവിടെ കൊടുത്തിട്ടാണ് തിരിച്ചു പോരുന്നത്. ചില എക്സാമിനേഷൻ സെൻറ്ററുകാർ അഡ്മിറ്റ് കാർഡ് മേടിക്കാറില്ല. അത് മേടിച്ചില്ലെന്നോർത്ത് നമ്മുടെ കുഴപ്പമൊന്നുമല്ല, മേടിച്ചില്ലെങ്കിൽ മേടിക്കേണ്ട, നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. എന്താണെങ്കിലും ക്വസ്റ്റ്യൻ ബുക്കിലിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുപോരാം. ഏറ്റവും സമാധാനത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ എക്സാം സെൻറ്റർ വിട്ട് വെളിയിൽ വരിക. അവിടെയൊക്കെ നമ്മൾ കാണിക്കേണ്ട ഒരു സ്മാർട്ട്നെസ് വളരെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു 150-160 ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റിയതുണ്ടാവും. അതിനെ കൃത്യമായിട്ട് കണ്ടെത്തുകയും അതിൽ നെഗറ്റീവ് വരുത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണ് ആദ്യത്തെ നമ്മുടെ ഒരു ടാസ്ക്. ഒരു ആവറേജ് കുട്ടിയെ സംബന്ധിച്ചോളം, ഇപ്പോൾ ഒരു 300-400 ഒക്കെ നിൽക്കുന്ന കുട്ടിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് 150 എണ്ണം എഴുതുക എന്നുള്ളതല്ല നിങ്ങളുടെ ടാർഗറ്റ്, അല്ലേ? നമുക്ക് അവരോടാണ് കൂടുതൽ സംസാരിക്കാനുള്ളത്. ഇപ്പം നമ്മുടെ മോഡലുകൾക്ക് 250 അല്ല 300, 350, 400 കിട്ടുന്നവരെ സംബന്ധിച്ചോളം അവരുടെ ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും വേഗതയിൽ പോയി 180 എണ്ണവും ആൻസർ മാർക്ക് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ ടാർഗറ്റ്. ഈ 180 ചോദ്യങ്ങൾക്കകത്ത് ഏതൊരു വ്യക്തിക്കും എഴുതാൻ പറ്റുന്ന 150-ൽ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കണ്ടുപിടിക്കുകയും അതിൽ നെഗറ്റീവ് വരുത്തുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. അത് കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുക. 100% ഉറപ്പുള്ളത് ആദ്യം മാർക്ക് ചെയ്ത് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടും. എന്നിട്ട് മാക്സിമം ആൻസറിലോട്ട് എത്താനായിട്ട് നോക്കുക. 700+ മേടിക്കേണ്ടവരെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം, എല്ലാം തന്നെ ആൻസർ ചെയ്ത് പോയേ പറ്റുള്ളൂ. നമ്മുടെ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി മാക്സിമം ഉപയോഗിക്കുക. എങ്ങനെയും മാക്സിമം ഉള്ള ചോയ്സുകളെ എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് 720 എത്താനായിട്ട് നിങ്ങളും ശ്രമിക്കുക. അപ്പം നീറ്റ് 2025 ഇതുവരെയുള്ള നമ്മളുടെ അറിവുകൾ സംബന്ധിച്ചുള്ള നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചും ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു നീറ്റ് എക്സാം ആയിരിക്കും, ഒരു NTA എക്സാം ആയിരിക്കും. യാതൊരു വിധത്തിലുള്ള അപാകതകളും ഉണ്ടാകാതെ എല്ലാ പഴുതുകളും അടച്ച് IAS ഓഫീസേഴ്സിൻ്റെയും പോലീസ് സേനയുടെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും, നിങ്ങൾ നിൽക്കുന്ന ഗവൺമെൻറ് ഇൻവിജിലേറ്റേഴ്സ് എല്ലാം പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അല്ല, ഗവൺമെൻറ്
ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് ആ ഉത്തരവാദിത്വമുണ്ട്, അവരുടെ ജോലിയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് അവരുടെ ജോലികൾ നിൽക്കും. അവർ നിങ്ങളെ സഹായിക്കാനായിട്ട് നിൽക്കുന്നതാണ്, നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുന്നതല്ല. നിങ്ങൾക്ക് ഇനി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കും. ഈ ഇൻവിജിലേറ്റേഴ്സ് മുഴുവൻ നിൽക്കുന്നത് കുട്ടികളെ സഹായിക്കാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എക്സാം സെൻറ്ററിൽ നിന്ന് കിട്ടും. ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതാനുള്ളൊരു അന്തരീക്ഷം ഇപ്പം സംജാതമായിട്ടുണ്ട്. അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുകയും ചെയ്യുക. സാർ, ഇപ്പോൾ എക്സാം ഹാളിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ചില കുട്ടികൾക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരിക, എക്സാം ഹാളിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം ഈ വർഷം ഉണ്ടായാൽ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? നീറ്റ് 2025 നമുക്ക് ഇതുവരെ കിട്ടിയ അറിവ് അനുസരിച്ച് 100% ട്രെയിൻഡാണ്. ഇൻവിജിലേറ്റേഴ്സ് ആണെങ്കിലും സൂപ്രണ്ടുമാരാണെങ്കിലും NTA ഉദ്യോഗസ്ഥരാണെങ്കിലും 100% ട്രെയിൻഡാണ്. ഒരു തരത്തിലും നീറ്റിന് ഒരു തരത്തിലുള്ള സമയബന്ധിതമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. അപ്പം അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല. ഇനി ഇൻ കേസ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ക്യൂ നിൽക്കുന്നു, നമ്മൾ എക്സാം ഹാളിനകത്തോട്ട് അകത്ത് കിടക്കാനായിട്ട് താമസിച്ചു പോകുന്നു, പരീക്ഷയ്ക്ക് നമുക്ക് 1:45 ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടാതെ വരുന്നു, 2 മണിക്ക് എക്സാം തുടങ്ങാൻ പറ്റാതെ വരുന്നു, മൊത്തത്തിൽ നമുക്ക് 180 മിനിറ്റ് എക്സാം എഴുതാനായിട്ട് കിട്ടാതെ പോകുന്നു, ഇൻവിജിലേറ്റേഴ്സ് നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നു, അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ നമുക്ക് ആ എക്സാം ഹാളിന് പുറത്ത് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മളുടെ പേര്, കാൻഡിഡേറ്റിൻ്റെ പേര്, കാൻഡിഡേറ്റാണ് ഇവിടെ പരാതി കൊടുക്കേണ്ട ആൾ, കാൻഡിഡേറ്റിൻ്റെ പേര്, അതിൻ്റെ അഡ്രസ്സ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണോ സംഭവിച്ചത്, എക്സാം എഴുതാൻ പറ്റാതിരിക്കാനുള്ള അല്ലെങ്കിൽ എക്സാമിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്ത് കാര്യമാണോ ഉണ്ടാക്കിയത് അത് എഴുതി അത് സൈൻ ചെയ്ത് അതവിടെ എല്ലാ എക്സാം സെൻറ്ററിലും ഒരു ചീഫ് സൂപ്രണ്ടനുണ്ട്, NTAയുടെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, സൂപ്രണ്ടനുണ്ട്. അവർക്കത് കൊടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ വെക്കുകയും അന്ന് തന്നെ അത് NTAക്ക് ഇമെയിൽ ചെയ്യുകയും ചെയ്യുക. ഇതല്ലാതെ NTAയുടെ ഭാഗത്തുനിന്ന് ഇതിനൊരു കറക്റ്റായിട്ടൊരു മെത്തേഡൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മെത്തേഡില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഇല്ല. അങ്ങനെ ഉണ്ടായാൽ അതൊരു വൈറ്റ് പേപ്പറിൽ റെക്കോർഡിക്കലായിട്ട് എഴുതി അവിടുത്തെ സൂപ്രണ്ടിന് കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് സൈൻ ചെയ്യിച്ച് അതിൻ്റെ ഒരു കോപ്പി നമ്മളും കയ്യിൽ വെച്ച് അത് NTAക്ക് ഇമെയിൽ ചെയ്യുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതി എന്ന് പറയുന്നത്. പക്ഷേ അതൊന്നും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ 180 മിനിറ്റിനിടയിൽ നമ്മൾ OMRൽ എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നീറ്റ് 2025 സാധ്യത. പിന്നീട് മറ്റൊരു എക്സാം നടക്കാനോ നമുക്ക് മാത്രമായിട്ട് കുറച്ച് മാർക്ക് കൂടുതൽ തരാനായിട്ടോ നമുക്ക് മാത്രമായിട്ട് കുറച്ച് സമയം കൂടുതൽ തരാനായിട്ടോ നമുക്ക് മാത്രമായിട്ട് റാങ്കിനകത്ത് എന്തെങ്കിലും ചെയ്യാനൊന്നും NTAക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളുടെ കയ്യിൽ എത്ര നേരം OMRും ക്വസ്റ്റ്യൻ പേപ്പറും ഇരിക്കുന്നോ ആ സമയത്തിനുള്ളിൽ ഏറ്റവും നല്ല രീതിയിൽ ആൻസർ മാർക്ക് ചെയ്യുക. അതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം ഓർത്താൽ മതിയാകും. ബാക്കിയൊന്നും നെഗറ്റീവായിട്ട് വരില്ല. സർ, ഇനിയിപ്പോൾ വരാനുള്ള ഏറ്റവും വലിയ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അഡ്മിറ്റ് കാർഡ് വന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അഡ്മിറ്റ് കാർഡ് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടാവുക, അപ്പോൾ അഡ്മിറ്റ് കാർഡ് കിട്ടാതിരിക്കുക, അത്തരം ഒരു സാഹചര്യം ഈ ഒരു അവസാന നിമിഷം വന്നാൽ അതിനെ എങ്ങനെ അനുകൂലമാക്കാം? ഇല്ല, അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ എക്സാം സിറ്റി ഇൻഫർമേഷൻ നേരത്തെ തന്നെ നമുക്ക് തരുന്നത്. കാരണം ഇത് ഈ എക്സാമിനേഷൻ സിറ്റി അതിൻ്റെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ കിട്ടും. അപ്പം ഇനി എക്സാമിനേഷൻ സിറ്റി അവർക്ക് നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാകും. എക്സാമിനേഷൻ സിറ്റി കിട്ടിയവർക്കെല്ലാം അഡ്മിറ്റ് കാർഡ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അഡ്മിറ്റ് കാർഡ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യവും നിലവിലില്ല, എല്ലാവർക്കും കിട്ടും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എക്സാമിനേഷൻ സിറ്റി ആദ്യം ഒരു 4-5 ദിവസം മുമ്പ് തന്നെ ഇടുന്നത്, അവരുടെ ആപ്ലിക്കേഷൻ കറക്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ എക്സാമിനേഷൻ സിറ്റി എടുത്തപ്പം ചിലർ മൊബൈലിൽ നിന്ന് തന്നെ എടുക്കാൻ നോക്കി, ചിലർക്ക് ഇൻവാലിഡ് ക്രെഡൻഷ്യൽ എന്ന് കാണിച്ചു, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും തെറ്റാന്ന് കാണിച്ചു. അതെന്തുകൊണ്ടാണ്? അവരുപയോഗിച്ച ബ്രൗസർ, ഉപയോഗിച്ച കമ്പ്യൂട്ടറിൻ്റെ ആ സോഫ്റ്റ്വെയർ പഴയതായതുകൊണ്ട്. ഇപ്പം ഗൂഗിൾ ക്രോം ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആയിരിക്കാം, അത് പഴയ വേർഷനൊക്കെ ആണെങ്കിൽ ഇൻവാലിഡ് ക്രെഡൻഷ്യൽ എന്ന് കാണിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് സെർവർ ബിസി ആണെന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് ക്രെഡൻഷ്യൽ എന്നൊക്കെ ചിലപ്പോൾ കാണിക്കും. അങ്ങനെയുള്ള അവനവൻ്റെ PC ആയിട്ട് ബന്ധപ്പെട്ട എററുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് അപ്പുറത്തെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കഫേന്നോ, ഇനി അതല്ല നമ്മുടെ ഓഫീസുകളിൽ നിന്നാണെങ്കിലും നമ്മൾ എടുത്തു കൊടുക്കും. എക്സാമിനേഷൻ സിറ്റി കിട്ടിയ എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിങ്ങനെ ഒരു ഇതുണ്ടാവില്ല. അതല്ലെങ്കിൽ നമ്മൾ NTA നേരിട്ട് വിളിക്കുക, അവരൊക്കെ ഇമെയിൽ അയക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളൂ.
അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിനകത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങളുടെ ബാർകോഡും ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നെറ്റിൻ്റെ ഒരു താമസം കൊണ്ട് അതിനകത്ത് ബാർകോഡൊന്നും പ്രിൻ്റ് ചെയ്യാത്തത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെന്ന് മാത്രം ഓർത്താൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം എന്ന് പറയുന്നത് നീറ്റ് 2025 എക്സാമിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ ശിവൻ സാറിനൊപ്പമാണ്. ഇതിന് ശേഷം ഇനി അങ്ങോട്ട് പരീക്ഷയുമായിട്ടുള്ള കാര്യങ്ങളല്ല ശിവൻ സാറും ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ പോകുന്നത്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, അതായത് MBBS എന്ന സ്വപ്നം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ കൃത്യമായി ഓരോ മെഡിക്കൽ കോളേജുകളിലും ഒക്കെ എത്തിക്കുക എന്നൊരു ദൗത്യവുമായിട്ടായിരിക്കും അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പലർക്കും ഒരു സംശയമുണ്ട്, ഇപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞു, അപ്പോൾ ഇനിയുള്ള അപ്പം ബ്രില്യൻറ്റുമായിട്ടുള്ള എല്ലാം തീർന്നു, ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊരു സംശയം തോന്നും. ബ്രില്യൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഒരിക്കലും ഒരു എക്സാമിനേഷനും വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ആർജിച്ച നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ റിസർവേഷൻ, നിങ്ങളുടെ താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നിങ്ങളെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് ബ്രില്യൻറ്റ് ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം എങ്ങനെയായിരുന്നു, ഇതിന് എത്ര മാർക്കുകൾ ഉണ്ടെങ്കിലാണ് കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷനൊക്കെ അനുസരിച്ചുള്ള ഒരു റാങ്കിങ് എങ്ങനെ ഉണ്ടാവും, ഈ മാർക്കൊക്കെ കിട്ടിയവർക്ക് ഗവൺമെൻറ് മേഖല, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മേഖല, അല്ലെങ്കിൽ ESI, അല്ലെങ്കിൽ എയിംസ്, അല്ലെങ്കിൽ ഡീംഡ് കോളേജുകൾ, അല്ലെങ്കിൽ MBBS, BDS, അഗ്രികൾച്ചർ, എന്തൊക്കെയാണ് സാധ്യത എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ മെയ് 4 മുതൽ തീർച്ചയായിട്ടും ഉണ്ടാവും. യഥാർത്ഥത്തിൽ കുട്ടികളെ സംബന്ധിച്ചോളം മെയ് 4 മുതൽ ഏതാണ്ട് ജൂലൈ 31 വരെയുള്ള സമയം ഏറ്റവും റിലാക്സ് ചെയ്തിരിക്കാവുന്നൊരു സമയമാണ്. കാരണം അടുത്ത വലിയൊരു UG പ്രോഗ്രാമിൻ്റെ ലോട്ട് കടക്കുന്നതിന് മുന്നോടിയുള്ള ഒരു അവരുടെ ജീവിതത്തിലെ ഏറ്റവും റിലാക്സ് ചെയ്യുന്നൊരു സമയമാണ് ഈ 3 മാസക്കാലം. ആ സമയത്തെല്ലാം പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കൃത്യമായിട്ട് ഗൈഡൻസുമായിട്ട് ബ്രില്യൻറ്റ് ടീം ഉണ്ടായിരിക്കും. അതിൻ്റെ അലോട്ട്മെൻറ്റുകളെക്കുറിച്ച്, റാങ്കിങ് സിസ്റ്റത്തിനെക്കുറിച്ച്, കോളേജുകളുടെ ഓപ്ഷനെക്കുറിച്ച്, പല സംസ്ഥാനങ്ങളിലുള്ള കോളേജിനെക്കുറിച്ച് നമുക്ക് അറിയുക പോലും ഇല്ല. അപ്പോൾ ആ കോളേജുകൾക്ക് എങ്ങനെ നമുക്കൊരു ഓർഡർ കൊടുക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഇടപെടലുമായിട്ട് ബ്രില്യൻറ്റ് ടീം എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം എവിടെയൊക്കെ കൊടുക്കണം, എത്ര രൂപ ഫീസ് അടയ്ക്കണം, എത്ര രൂപ കരുതി വെക്കണം, എന്തെല്ലാം സർട്ടിഫിക്കറ്റുകൾ കരുതി വെക്കണം, എവിടെയൊക്കെ ഏതൊക്കെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം ഇനി കൂടുതലും നിങ്ങളുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംവദിക്കാനായിരിക്കും ഞങ്ങൾ യൂട്യൂബും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതെല്ലാം ബ്രില്യൻ്റെ നീറ്റ് ചാനലിൽ കൂടി ആയിരിക്കുമെന്ന് മാത്രം. ബ്രില്യൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും തന്നെ ലൈവ് സെക്ഷനുകളുണ്ടായിരിക്കും, വീഡിയോകളുണ്ടായിരിക്കും. നിങ്ങളുടെ വാട്സപ്പിൽ ബ്രില്യൻ്റുമായിട്ട് അറ്റാച്ചിരിക്കുന്ന വാട്സപ്പിൽ അതിൻ്റെ എല്ലാ ഇൻറ്റിമേഷനുകൾ തീർച്ചയായിട്ടും നൽകുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ആവലാതി വേണ്ട. കാരണം ഇപ്പം നിങ്ങളെടുത്തൊരു എഫേർട്ടിൻ്റെ, നിങ്ങൾ പഠിക്കാനായിട്ടും പരീക്ഷ എഴുതാനായിട്ടും ഒക്കെ എടുത്തൊരു എഫേർട്ടിൻ്റെ 4/1 എഫേർട്ട് മാത്രമേ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരികയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം കഴിയുന്നു. ഇനി ഏറ്റവും റിലാക്സ് ചെയ്ത് നമ്മുടെ റാങ്കിനും മാർക്കിനും നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ള ഏറ്റവും ചെറിയൊരു സ്റ്റെപ്പ് മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. അതുകൊണ്ട് അവിടെ നിങ്ങൾ മറ്റൊരാളുടെ സഹായം തേടുകയോ മറ്റ് വലിയ പൈസ കൊടുത്ത് മറ്റേ പല വഴികളിൽ കൂടെയും പോകേണ്ട സാഹചര്യമില്ല. മുഴുവൻ അലോട്ട്മെൻറ്റുകളും നമ്മുടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റുകളിലൂടെ വെബ്സൈറ്റുകൾ വഴി മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് സിസ്റ്റത്തിനെ നിങ്ങൾ വിശ്വസിക്കുക. ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആണെങ്കിൽ MCCയുടെ സിസ്റ്റം, കേരള അലോട്ട്മെൻ്റ് ആണെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ്, അങ്ങനെ അതാത് വെബ്സൈറ്റുകൾ വഴി മാത്രമേ അലോട്ട്മെൻറ്റുകൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അതിലൂടെയൊക്കെ തന്നെ നിങ്ങൾ ദയവായിട്ട് കടന്നു പോകാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ശിവൻ സാറിനൊപ്പം വന്നൊരു പ്രോഗ്രാമിൻ്റെ ഈ ഒരു സമയം ഉണ്ടായിരുന്നു, അതായത് പരീക്ഷ കഴിയുന്നതിന് മുന്നോടിയായിട്ടുള്ളൊരു സമയം. അതിനുശേഷം ഒരുപാട് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും, അത് കേരളമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഉപകാരപ്പെട്ടു അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ. അപ്പോൾ ഇനിയും വലിയ വലിയ തയ്യാറെടുപ്പുകളുമായിട്ട് വരുന്ന വർഷങ്ങളിലെ കൃത്യമായ അപ്ഡേഷൻസിനെ ഉൾക്കൊണ്ട് അതിനനുസരിച്ചുള്ള കട്ട് ഓഫുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായി പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളുടെ MBBS എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരാൻ ശിവൻ സാറിനൊപ്പം എന്ന ഈ ഒരു പ്രോഗ്രാം ഉണ്ടാവും. ഒപ്പം നിരവധി ശിവൻ സാർ പറഞ്ഞതുപോലെ നിരവധി ലൈവുകളും ഉണ്ടാവും. കൃത്യമായ ഇൻറ്റിമേഷൻസ് വാട്സപ്പിലൂടെയും ഒക്കെ വിദ്യാർത്ഥികളിലേക്കും മാതാപിതാക്കളിലേക്കും ബ്രില്യൻറ്റ് ടീം എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ലോകമെമ്പാടും വരുന്ന ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.